സുഹൃത്തുക്കളെ, ഈ വേൾഡ് കമ്പാഷൻ ഡേ വാസ്തവത്തിൽ പ്രതീഷ് നന്ദിയും എല്ലാം കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. 2012 ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ഓക്കെ, എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഒരു പരികല്പനയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഔചിത്യപൂർണ്ണമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതായത് അനുകമ്പയെ ക്രിയാത്മകമാക്കുക, അതാണ് നമ്മുടെ കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ അനുകമ്പ എന്ന് പറയുമ്പോൾ ഒരു ആദർശാത്മകമായിട്ടുള്ള ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് മാത്രം കാണുകയും വേണമെങ്കിൽ ഒരു ഓപ്ഷണൽ എക്സ്ട്രാ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കമ്പാഷൻ ആവാം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. ഇതങ്ങനെയല്ല. നേരത്തെ ഡോക്ടർ അസീസ് പറഞ്ഞ മാതിരി അതൊരു മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ട ഒരു ഉപാധിയാണ് വാസ്തവത്തിൽ ഈ കമ്പാഷൻ എന്നുള്ളത്. അത് ആ നിലയ്ക്ക് നമുക്ക് അതിനെ കാണാൻ കഴിയണം. അപ്പോൾ മാത്രമേ അതിൻ്റെ കമ്പാഷൻ്റെ എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതായത് മനുഷ്യ മസ്തിഷ്കത്തിൽ വാസ്തവത്തിൽ അനുകമ്പ എന്നുള്ളത് ഒരു ഹാർഡ് വയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇത് അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡാർവിൻ്റെ തിയറി ഒക്കെ കിട്ടുന്നുണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദ കൈൻഡസ്റ്റ് ആണ് വാസ്തവത്തിൽ നടക്കുന്നത്. അതായത് ശരീരശേഷിയുള്ളവൻ്റെ അതിജീവനമല്ല, അൻപുള്ളവൻ്റെ അതിജീവനം. അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. നമ്മളുടെ ഇതിൽ ഡാർവിൻ മുതൽക്ക് തന്നെ ഇഒ വിൽസൺ വരെയുള്ള എല്ലാ ജീവശാസ്ത്രജ്ഞരും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൽ പരിണാമത്തിൽ ഈ മത്സരത്തെക്കാളധികം സഹവർത്തിത്വം സഹകരണമാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്, കൂടുതൽ നിർണായകമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, ഈ സഹാനുഭൂതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ ഓക്സിറ്റോസിൻ. അതുണ്ടായിട്ടുള്ളത് തന്നെ വാസ്തവത്തിൽ ശിശുക്കളുടെ പരിപാലനത്തിന് പേരൻസിനെ, രക്ഷിതാക്കളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കൂടെ പറയുന്നുണ്ട്. ഈ മനുഷ്യ ശിശു മറ്റ് തിരികളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യ ശിശു പിറന്നു വീഴുന്നത് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ്. ഒരു പരസഹായം കൂടാതെ അതിനെ സർവൈവ് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്താ വെച്ചാൽ കുറേ ജീവശാസ്ത്രപരമായ കാരണങ്ങളാണ്. കാരണം മറ്റേ മനുഷ്യ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് തിരികളിൽ നിന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ തലയുടെ വലിപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ ആ ബ്രെയിനിൻ്റെ വളർച്ച മുഴുവനാക്കിയതിന് ശേഷം ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അമ്മ മരിച്ചു പോകും, കാരണം അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രകൃതി തന്നെ കണ്ടെത്തിയിട്ടുള്ളൊരു ഉപാധിയാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മുഴുവനാവുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യ ശിശു വളരെ ദുർബലമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളൊരു പശുവൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ തന്നെ അകിടിൻ്റെ അവിടെ എത്തി പാൽ കുടിക്കാൻ തുടങ്ങും. നമ്മുടെ മനുഷ്യ ശിശു അങ്ങനെയല്ല. അതിനെ ഇങ്ങനെ എടുത്ത് അമിഞ്ഞ കൊടുക്കാൻ വേണ്ടിയിട്ട് മുല വായിൽ വെച്ച് കൊടുത്ത് ഇതിനെ സക്കിയിച്ച് ഒക്കെ വേണം. കാരണം ഇത് സാധ്യമാക്കുന്നത് ഈ ഒരു കമ്പാഷൻ നമ്മളിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതായത് വേറെ നിലയ്ക്ക് പറഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സർവൈവൽ ടാക്ടിക്സാണ് അനുകമ്പ എന്ന് പറഞ്ഞാൽ. അത്രയും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു അതിജീവന തന്ത്രം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു വൃത്തികെട്ട ഒരു കൊണോട്ടേഷന് വരണമെന്നുള്ളൊരു വിഷമമുണ്ടെങ്കിലും അതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇത് നമ്മളിലുള്ളൊരു സാധനം തന്നെയാണെന്ന് പറയുകയാണത്. കാരണം ഇതിൽ ഇപ്പം നമ്മൾ കേട്ടില്ലേ, എന്താണ് മാർഗരറ്റ് മീഡിൻ്റെ ഒരു കഥ. ഈ വലിയ നരവംശാസ്ത്രജ്ഞയായിട്ടുള്ള മാർഗരറ്റ് മീഡിനെ പറ്റിയിട്ടുള്ള അതിൽ ആരോപിതമായിട്ടുള്ളൊരു കഥയുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പരാവർത്തി വന്നിട്ടുള്ളൊരു കഥയാണ്. അതായത് മാർഗരറ്റ് മീഡിനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യവംശത്തിലെ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ആദിമമായിട്ടുള്ള ഒരു സൂചന എന്താണെന്നുള്ളത്. അപ്പോൾ അവരതിന് പറഞ്ഞത് ശിലായുഗത്തിലെ ആയുധങ്ങളോ ചക്രം കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങളോ ഒന്നുമല്ല, പൊട്ടിപ്പോയ ഒരു തുടയല് കൂടിച്ചേർന്നിട്ടുള്ള ഒരു സാമ്പിൾ കിട്ടിയിരുന്നു.
അതാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സൂചന. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരാളുടെ തുടയിൽ പൊട്ടിപ്പോയി എന്ന് വെച്ചാൽ അയാൾ വെള്ളം കുടിക്കാൻ പറ്റാണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളുടെ ഭക്ഷണമായിട്ട് മാറുകയുള്ളൂ. ആ തുടയിൽ കൂടിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും പരിചരിക്കാനും ആൾക്കാരുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ യാതനയിൽ തുണയാവാൻ എന്ന് മനുഷ്യൻ തുടങ്ങിയോ അന്നാണ് മനുഷ്യൻ്റെ സംസ്കാരം തുടങ്ങിയതെന്നർത്ഥം. ഇതാണ് നമുക്ക് ഈ ഒരു അനുകമ്പയാണ് നമ്മളുടെ ഒരു ഈ വഴി തന്നെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ അതിജീവനവും സാധ്യമായതുണ്ട്. അസത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ന് മനുഷ്യൻ്റെ അതിജീവനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നത്തിലാണ് അല്ലേ. യുദ്ധങ്ങൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ, വയലൻസ്, എന്താ പറയുക, അനീതികൾ, കറപ്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ മനുഷ്യൻ്റെ കമ്പാഷനെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു മൂലധനമാക്കിക്കൊണ്ട് ഇതിനെങ്ങനെ ഒരു പ്രതിരോധം തീർക്കാം, അതാണ് കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ പരക്കെയുള്ള ഒരു സാമൂഹ്യാധിഷ്ഠിത പാലിയേറ്റീവ് കെയറാണ്. കാരണം ഇവിടെ നമ്മൾ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള യാതനകളെ എങ്ങനെ മനുഷ്യൻ്റെ കമ്പാഷൻ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് ഒരുപാട് വളണ്ടിയേഴ്സ് ജസ്റ്റ് അവരുടെ ഒരു കാരുണ്യം മാത്രം കൈമുതലാക്കിയിട്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ഇത്തരം പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതിനെ മറ്റുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകളും യാതനകളും ഹെൽത്ത് റിലേറ്റഡ് അല്ലാത്ത മറ്റ് ഒരുപാട് യാതനകൾ നമ്മൾ പറഞ്ഞല്ലോ, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിഹാരത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അവിടെയാണ് നമുക്കൊരു കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളതിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യാതന എന്നുള്ളതിനെ നമുക്ക് വിസിബിളാക്കുക. അത് വിസിബിളാക്കാൻ കഴിഞ്ഞാൽ അതാണ് വാസ്തവത്തിൽ ഒരു എൻട്രി പോയിന്റ്, കമ്പാഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റായിട്ട് വരുന്നതാണ്. അത് ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാനും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും. അങ്ങനെയാണല്ലോ നമ്മുടെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം തന്നെ തുടങ്ങിയത്. ഇതിൻ്റെ പ്രതീക്ഷ നന്ദിൻ്റെയാണ് ഈ ഒരു കമ്പാഷനേറ്റ് സൊസൈറ്റി വേൾഡ് കമ്പാഷൻ ഡേ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഈ വേൾഡ് കമ്പാഷൻ ഡേ എന്നുള്ള നിലയ്ക്ക് ഒക്കെ പല എന്താണ് പറയേണ്ടത് മുൻകൈകളും ഉണ്ടായിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യങ്ങളെ കുറച്ചുകൂടെ ഒരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ടു പാലിയേറ്റീവ് കെയർ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അലൻ കെല്ലർ എന്ന് പറഞ്ഞിട്ട്, പ്രൊഫസർ അലൻ കെല്ലർ, ഈസ് നോട്ട് എ നോൺ മെഡിക്കൽ പേഴ്സണാണ്, പക്ഷേ സോഷ്യോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് അലൻ കെല്ലർ. അദ്ദേഹമാണ് ഒരു കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ വ്യാപനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള നിലയ്ക്ക്. അതാണ് November 1 ഒരു വേൾഡ് കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രോബ്ലി അതിനു മുമ്പ് തന്നെ ആണ് മറ്റേ ഇവർ വന്നത്, എന്താ പറയുക, കരൻ ആംസ്ട്രോങ് ഒരു ടെഡ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വലിയൊരു ചിന്തകയാണ്. അവരാണ് 2008-2009 ഒരു ചാർട്ടർ ഓഫ് കമ്പാഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കമ്പാഷനേറ്റ് വേൾഡ് കമ്പാഷൻ ഡേ എന്നുള്ള ഒന്ന് ഉണ്ടാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് ഇല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള നജീബും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നടത്തുന്ന ഒന്നാണ് ഇല. അവിടെ അവർ 2016 അവരൊരു പാലിയേറ്റീവ് കെയർ തുടങ്ങിയത്. അതിപ്പോൾ അതേ ഒരു എന്താ പറയണ്ടേ ആ ടീമിനെ ആണ് ഇപ്പോൾ കുറവുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 20ഓളം പ്രോജക്റ്റുകൾ അവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഈ എന്താ പറയണ്ടേ അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുക, ഈ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോയതോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയതായിട്ടുള്ള സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു 20ഓളം പ്രോജക്റ്റുകൾ അവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതാണ് വലിയൊരു സാധ്യത പാലിയേറ്റീവ് കെയറിൻ്റെ. ഇത്തരത്തിൽ നമുക്ക്
പാലിയേറ്റീവ് കെയറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതിനേതാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു രൂപകം ഇതിനുണ്ട്. ഇപ്പം നമ്മൾക്കറിയാം ഈ പുഴു ചിത്രശലഭമായി മാറുന്നതിനെ പറ്റിയിട്ട് അതിൽ സാധിക്കുന്നത് അതിലുള്ള കുറേ ഇമാജിനൽ സെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൽസ് ഉണ്ട്. ഇമാജിനൽ എന്ന് പറഞ്ഞിട്ട് ഏതൊരു സയൻറ്റിസ്റ്റ് വേണ്ടിട്ടുണ്ട് കണ്ടുപിടിച്ചാൽ, അല്ലാണ്ട് ഇമാജിനേഷനായിട്ട് ബന്ധമൊന്നുമില്ല. ഇമാജിനൽ സെൽസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് പുഴു ഇങ്ങനെ ഇലകൾ കാർന്ന് തിന്ന് അവസാനം അതൊരു അൺകൺട്രോൾഡ് കൺസംഷനാണ്. കുറേ കഴിഞ്ഞ അവസരത്തിൽ ഇലകളും നശിക്കും, ചെടി നശിക്കും, പുഴു നശിച്ചു പോകും. പക്ഷെ ആ സമയത്താണ് ഈ പുഴുവിലുള്ള കുറേ ഇമാജിനൽ സെൽസ് എന്ന് പറഞ്ഞൊരു സാധനം, അത് സുഷുപ്തിയിലായിരുന്നു അത്രയും കാലം, അത് സജീവമാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് പുഴുവിലുള്ള മറ്റ് കോശങ്ങളെല്ലാം ഇതിനെ ഒരു അലീൻ ആയിട്ടുള്ള സാധനമായിട്ട് കാണുകയും അതിനെതിരായിട്ട് ആൻറ്റിബോഡീസും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഇമാജിനൽ സെൽസ് കൂടുതൽ ശക്തരാവുകയും പരസ്പരം നെറ്റ്വർക്ക് ചെയ്യും, കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക വഴി അവർ ഓവർപവർ ചെയ്യാൻ തുടങ്ങും. അവസാനം അവർ വിജയിക്കുന്നതോടുകൂടി പുഴുവിൻ്റെ അസ്തിത്വം മാറി അത് ചിത്രശലഭമായിട്ട് മാറുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇത് വാസ്തവത്തിൽ നമുക്ക് ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് ആലോചിക്കാം. ഇത്തരത്തിലുള്ള ഓരോരോ പാലിയേറ്റീവ് കെയർ സെൻ്റർ, ചെറിയ ചെറിയ പച്ചത്തുരുത്തുകൾ, ഇതെല്ലാം ഇമാജിനൽ സെൽസായിട്ട് നമുക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം വേണ്ടത്ര ശക്തി പ്രാപിക്കുകയും പരസ്പരം കണ്ണ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകം തന്നെയായിരിക്കും പിന്നെ ഉണ്ടാവുക. ഒരു കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ വാറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എന്താ പറയുക, അക്രമവും അഴിമതിയും എല്ലാം ഒഴിവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.